നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളി ഡോണറ്റ് റെസിപ്പിയുമായിട്ടാട്ടോ ഞാൻ വന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡോണറ്റിനേക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്തൊരു സോഫ്റ്റാണെന്നറിയോ, ഗ്ലേസ്ഡ് ഡോണറ്റാണേ. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, അതേപോലെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനോ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.25 കപ്പ് മൈദ എടുത്തത്. അതിലേക്ക് ഞാനിതാ 1/2 ടീസ്പൂണ് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 7 ഗ്രാം, ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് 7 ഗ്രാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതേപോലെ ഇത് പകരം നിങ്ങൾക്ക് ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കുക. അതാണെങ്കിൽ നിങ്ങൾ പാലിൽ കലക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്ത്. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മളെ ജാതിക്കൻ്റെ പൊടിയാണ്, ഒരു പിഞ്ച്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. ഞാൻ 1/2 കപ്പ് വാം മിൽക്ക്, ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട, പിന്നെ ഒരു 40 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ 1.5 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റ് ഇതിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചറില്ലേ, ബട്ടറിൻ്റെ, അത് നമ്മൾ മൈദാ കൂട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് അത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യും. ഒട്ടുന്ന രൂപത്തിലായിട്ട് ഉണ്ടാവുക. അങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്കിതൊരു കുറച്ച് ഓയിൽ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം ഭയങ്കര ഒട്ടുന്നല്ല, അതൊരു 10-12 മിനിറ്റ് എന്തായാലും കുഴച്ചെടുക്കണം കേട്ടോ. എണ്ണ തടവിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായി കുഴച്ചാൽ മതി, അപ്പോൾ കിട്ടും. ഇപ്പം നല്ല സോഫ്റ്റാണ്, നല്ല ഇലാസ്റ്റിക്കാണ് ഇങ്ങനെ വലിയുന്നത്. ഇതിനി നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ഇതിലേക്ക് മാറ്റിയിട്ട് കേട്ടോ നമ്മളെ ഡോ ഇത് ഇതാ നന്നായി ഇങ്ങനെ ചെയ്തിട്ട് ഒരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇനി നമ്മളൊരു 2 മണിക്കൂർ ഇതൊന്ന് ഡബിൾ സൈസ് ആയി വരട്ടെ. എന്നിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്ത് മൂടി വെക്കാം. ഓക്കെ, ഇനി 2 മണിക്കൂറാകുമ്പോഴേക്കും ഇത് കഴിയാം. എന്നിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നന്നായി പൊന്തിയുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി നമുക്ക് ഒന്നൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് മൈദ തൂവി കൊടുത്തുകൊണ്ട് അതിലിത് വെച്ചിട്ട് നമുക്കിതൊന്ന് 1/2 ഇഞ്ച് കനത്തിൽ ഒന്നൊന്ന് പരത്തിയെടുക്കാറ്. ഞാൻ പരത്തിയെടുത്തിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓരോ സൈഡിൽ നിന്ന് ഇതുപോലത്തെ കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മൂടിയായാലും മതി. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു അളവ് മാവ് കൊണ്ട് നമുക്കൊരു 15 ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ചെറിയൊരു കുക്കി കട്ടർ ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഇതിനൊരു 20 to 30 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ ഇവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം എന്താ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോണറ്റ് പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഇപ്പോൾ എണ്ണയിലേക്ക് ഇടാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് ബട്ടർ പേപ്പറോടെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് നല്ല ഇട്ടു. അധികം ചൂടാവരുത് എണ്ണ എന്ന് വെച്ചാൽ, അധികം നല്ല ചൂടിൽ ഇടരുത് കേട്ടോ. ഇട്ടാൽ ഒന്നായിട്ട് കളറ് പെട്ടെന്ന് റെഡായി പോകും. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്ത് കോരി ഒരു ഗോൾഡൻ കളറായി. നമ്മളെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആട്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്.
നമുക്ക് എണ്ണയിൽ കോരിയെടുക്കാം. ഇതാട്ടോ നമ്മളെ ഡോണട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോണട്ട് ഒന്ന് ഗ്ലേസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഷുഗർ മിക്സ്ചർ തയ്യാറാക്കാം. അതിനിതാ ഞാൻ 2 കപ്പ് പൊടിച്ച പഞ്ചസാര, അതായത് 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ്, അതേപോലെ ഒരു 5 ടേബിൾ സ്പൂണ് 75 ഗ്രാം ബട്ടർ, ഇനി ഒരു 1/4 കപ്പ് പാല്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ ഗ്ലേസിങ് മിക്സ്ചർ. ഇതാട്ടോ നമ്മുടെ ഷുഗർ മിക്സ്ചർ. ഒരു ഇളം ചൂടുള്ള പാലെടുക്കാൻ നോക്കണേ, അല്ലേ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഡോണട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 സൈഡും ഒന്ന് എടുക്കുന്നു, കണ്ടോ, ഞാൻ എടുക്കുന്നു. ഇതേപോലെ ഒരു വയർ റാക്കിലേക്ക് വെക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ്ചർ ആക്കുന്നു. കണ്ടോ, എക്സസ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് താഴേക്ക് പോയിക്കോളും. അപ്പോൾ ഇതാ എല്ലാ ഡോണറ്റും ഗ്ലേസിങ് ചെയ്തെടുത്തു. നമ്മൾ ഗ്ലേസ്ഡ് ഡോണറ്റ് ഇവിടെ തയ്യാറായിട്ട് ഒന്നൊന്ന് തണുക്കണ്ട, ഒന്നൊന്ന് ആറി ഇതൊന്ന് ഇമേൽ പിടിച്ചോട്ടെ, അത്ര ടൈം മാത്രം മതി. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഡോണറ്റിന്. അടിപൊളി ടേസ്റ്റുമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഉള്ളൊക്കെ ഇതാ ഞാൻ കാണിച്ചു തരുമെന്ന് ഇതായി ആവുന്നേ ഉള്ളൂ. ഭയങ്കര സോഫ്റ്റ് ആവുള്ളൂ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് ഡോണറ്റിനേക്കും ഒന്നുകൂടി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതേപോലെ ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എന്നെ. ഓക്കെ, താങ്ക് യു.